ഞാൻ സംസാരം നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ഐറ്റം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഐറ്റമാണ്. ഒരുപാട് കൂടിയൊന്നുമില്ല കേട്ടോ. സെമി സിൽക്കിൻ്റെ ഫാബ്രിക് ടോപ്പിന് കൊടുത്തിട്ട് ദുപ്പട്ടയ്ക്കകത്ത് കുഞ്ഞായിട്ട് ആര്യവർക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ട് ഇത് ലൈറ്റ് കളേഴ്സാണേ. ലൈറ്റ് ലാവണ്ടറിൻ്റെ ഒക്കെ ഒരു ടോൺ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ലാവണ്ടർ എന്ന് എടുത്ത് പറയാൻ പറ്റുന്ന കളറല്ല, ലൈറ്റ് ആയിട്ടേ ഉള്ളൂ. ഇങ്ങനത്തെ പേസ്റ്റൽ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് വരുന്ന മോഡലാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. റഫായിട്ട് ഉപയോഗിക്കാം. മെയിനായിട്ട് അങ്ങനെ വരുന്ന ഐറ്റം. നമ്പർ AL 499, റേറ്റ് 650. ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ ഒനിയൻ പിങ്കിൻ്റെ നല്ല ഭംഗിയുള്ള കളറ്. ഇത് ഭയങ്കര ലൈറ്റും അല്ല ഒത്തിരി ഡാർക്കും അല്ല, എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന നല്ല ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫുൾ അത്യാവശ്യം നല്ലൊരു എംബ്രോയ്ഡറിയാണ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് യോക്ക് ആക്കണമെങ്കിൽ താഴെയാക്കിയാണ് തയ്ക്കാം, കാരണം ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ്. യോക്ക് പോർഷൻ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴെയാക്കി തയ്ച്ചാലും നല്ല കേട്ടോ. പിന്നെ നമ്പർ AL 498, റേറ്റ് 650. അടുത്ത ഷെയ്ഡ് ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബേജിൻ്റെ ഒക്കെ ആ ഒരു മിക്സഡ് ടൈപ്പ് കോമ്പിനേഷനാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല കളറാണ് കേട്ടോ, ഒരു വെറൈറ്റി ഷെയ്ഡാണ്. ഇത് ഒരുപാട് കൂടിയതൊന്നും വെച്ചെടുക്കരുത്, സ്ഥിര ഉപയോഗക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫുൾ സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ. ഈ ഒരു എംബ്രോയ്ഡറി മേളിൽ കൂടെ ചെറിയ സീക്വൻസ് വർക്കും ഉണ്ട്. താഴെയാക്കി തയ്ക്കേണ്ടവർക്ക് അങ്ങനെയും തയ്ക്കാം. നമ്പർ AL 497, റേറ്റ് 650. പേസ്റ്റൽ ഗ്രീൻ ആട്ടോ ഷെയ്ഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ബ്ലൂ കൂടുതലായിട്ട് കാണിക്കുമായിരിക്കും. ലൈറ്റ് പേസ്റ്റൽ ഗ്രീനാണ്. ദുപ്പട്ടയുടെ വർക്കുകൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും കേട്ടോ. അത് ഓരോന്നിനും കളറിനോ അങ്ങനെ ആ ഒരു ഇതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾ നോക്കണ്ട. എന്തായാലും ഫുൾ വർക്ക് എല്ലാത്തിനും ഉണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ AL 496, റേറ്റ് 650.